വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 12 വാക്യം. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്കോടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിയിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ രക്ഷയുടെ ഒരു സമ്പൂർണ്ണ ചക്രം ഒരു തുണിയുമായി ബന്ധപ്പെടുത്തി നമുക്കിന്ന് നോക്കാം. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പിള്ളക്കച്ചയിലാണ് അവിടുത്തെ പൊതിഞ്ഞത്. പിള്ളക്കച്ച യേശു തൻ്റെ മനുഷ്യാവതാരം, മനുഷ്യരൂപവും മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും പരിപൂർണമായി ഏറ്റെടുത്തതിൻ്റെ അടയാളമാണ്. പിന്നീട് യേശുവിൻ്റെ വസ്ത്രങ്ങൾ അഴിക്കപ്പെട്ടത് ക്രൂശിലാണ്. സഭാപിതാക്കന്മാർ ഇതിനെ പറയുന്നത് തൻ്റെ നഗ്നതയാൽ ആദാമിൻ്റെ നഗ്നത അവിടുന്ന് ഇല്ലാതാക്കി എന്നാണ്. ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തൻ്റെ അനന്ത കരുണയാൽ ഒരു മൃഗത്തിൻ്റെ തോലുകൊണ്ട് ദൈവം ആദാമിൻ്റെ നഗ്നത മറച്ചു. ഭൗതികമായി മാത്രമേ ആദാമിൻ്റെ നഗ്നത ദൈവം ആ നിമിഷം മറച്ചുള്ളൂ. പാപം മൂലമുള്ള അവൻ്റെ നഗ്നത മറയപ്പെട്ടിട്ടില്ലായിരുന്നു. അതാണ് കാൽവരിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിയപ്പെട്ടപ്പോൾ, ഒരു മൃഗത്തിൻ്റെ, കുഞ്ഞാടെന്ന മൃഗത്തിൻ്റെ തോലുരിയപ്പെടുന്നത് പോലെ ആ തിരുവസ്ത്രങ്ങൾ ഉരിക്കപ്പെട്ടപ്പോൾ പാപവും അതിൻ്റെ അനന്തരഫലങ്ങളും ഇല്ലാതാക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യനെ പാപത്തിൽ നിന്ന് അവിടുന്ന് മോചിച്ചു. പിന്നീട് യേശുവിനെ നമ്മൾ ശവക്കച്ചയിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ശവക്കച്ചയിൽ പൊതിഞ്ഞത് മനുഷ്യൻ്റെ മരണത്തെ പൂർണ്ണമായി അവിടുന്ന് ഏറ്റെടുത്തതിൻ്റെ അടയാളമാണ്. നിശബ്ദനായി അവിടെ കിടന്നപ്പോഴും അവിടുന്ന് വെറുതെ ഇരുന്നില്ല. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിച്ചു. ഈ പാതാളം എന്നുദ്ദേശിച്ചത് നിത്യനരകം അല്ല. തിരുസഭ പറയുന്നത് ഹാരോവിങ് ഹെൽ എന്നാണ്. മരിച്ചവരായ നീതിമാന്മാർ രക്ഷ ആഗ്രഹിച്ചിരുന്ന സ്ഥലം. അവിടെ ആദാമും അബ്രഹാമും ഇസഹാക്കും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ശവക്കച്ചയിൽ പൊതിഞ്ഞ നിമിഷം യേശു അവിടെ നിശബ്ദനായി കിടക്കാതെ അന്ധകാരമാകുന്ന പാതാള ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സുവിശേഷം അറിയിച്ചു. സ്വർഗത്തിൽ നിന്ന് വന്നവൻ പാതാളത്തിലേക്ക് താണിറങ്ങി. പാതാളത്തോളം താണിറങ്ങി അവരുമായി സ്വർഗത്തിലേക്ക് വീണ്ടും യാത്രയായി. ശേഷമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ ഒരു ഭാഗം. തൻ്റെ ഉത്ഥാനശേഷം പത്രോസ് വന്ന് നോക്കിയപ്പോൾ തൻ്റെ തുണി അഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. എന്താണ് ഈ തുണി അഴിഞ്ഞു കിടക്കുന്നത് കണ്ടത്? പാപത്തിൻ്റെ തോലുരിഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപാവസ്ഥ ഇല്ലാതാക്കി മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും തൻ്റെ ഉത്ഥാനം വഴി യേശു ജയമെടുക്കുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പാമ്പ് തൊലി ഉരിയുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നാടകത്തിലോ വേഷം കെട്ടുന്നത് പോലെ യേശുവിൻ്റെ മനുഷ്യാവതാരം കുറച്ച് നാളത്തേക്കുള്ള ഒന്നല്ല. ദ ഇൻകാർണേഷൻ ഈസ് ഫോർ എവർ. മനുഷ്യാവതാരം നിത്യമാണ്. അതുവരെ യേശുവിനുണ്ടായിരുന്നത് സാധാരണ മനുഷ്യ ശരീരമാണെങ്കിൽ, അഴിക്കപ്പെട്ട തുണിക്ക് ശേഷം പിന്നെ യേശുവിനുണ്ടായിരുന്നത് മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ഇത് നമ്മളോടുള്ള ഒരു വാഗ്ദാനം കൂടിയാണ്. മരണശേഷം നമ്മുടെ ശരീരവും മഹത്വീകരിക്കപ്പെടും. ഇതെല്ലാം തന്നെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നതാണ്. പാതാളത്തിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം ശരീരങ്ങളുടെ ഉയർപ്പിലും നമ്മൾ വിശ്വസിക്കുന്നു. ഓർക്കുക, നാമും ഉയർത്തെഴുന്നേൽക്കും മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ.
ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിലേക്ക് അലിഞ്ഞു ചേരുവാൻ ഉള്ള രൂപാന്തരീകരണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ദൈവരാജ്യം വളരട്ടെ.